ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ഇത് തന്നെയാണ് ചിക്കൻ ഓട്സ് സൂപ്പ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ടേസ്റ്റ് അമേസിങ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം വരുന്ന ചിക്കൻ, വളരെ കുറച്ച് ചിക്കൻ മതി, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ സവോള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഇനി സവാള വഴറ്റിയെടുക്കണം. ഇത് ഒരൊറ്റ സവാളയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊരു ട്രാൻസ്പെറൻറ്റ് പോലെ ആകുമ്പോഴേക്കും നിർത്തിയിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊരു അര ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മസാല. ഏത് മസാല വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ പെരിഞ്ജീരകം മാത്രം പൊടിച്ചതാണെങ്കിലും അതും ചേർക്കാം. എല്ലാം കൂടി നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു കുഞ്ഞു തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിറയെ അധികം വെള്ളം ഒഴിക്കരുത്, ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓട്സ് വേകാനുള്ള വെള്ളമുണ്ട് നമ്മളിവിടെ ചേർക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓട്സ് ചേർത്തിളക്കാം. അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഓട്സ് ഇടാം. അപ്പോൾ 1 കപ്പ് ഓട്സാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓട്സ് ഇട്ട ശേഷം നമുക്ക് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഓട്സ് വെന്ത് കഴിഞ്ഞു. എല്ലാവർക്കും അറിയാമല്ലോ ഓട്സിൻ്റെ ആ വേവ്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടാതെ ക്യാരറ്റ് ആവശ്യമുള്ളവർക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. എന്ത് വെജിറ്റബിൾസ്, ബീൻസ്, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് തൂകിയെടുക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഓട്സ് ആർക്കും ഇഷ്ടമാവില്ല, പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.